പക്ഷെ അരുൺകുമാർ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഈ 175 ദിവസത്തെ അൻവറിൻ്റെ വിവിധ നിലപാടുകൾ, അവകാശവാദങ്ങൾ, ഇതെല്ലാം അൻവറിനെ കരുത്തനാക്കുകയാണോ, കരുത്ത് ചോർന്നുപോയ ഒരാളായി കാണുകയാണോ വേണ്ടത്? എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? അൻവർ ഓരോ ദിവസവും ശ്രീ അൻവർ കരുത്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ CPM-നോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി പുറത്തു പോകുന്ന സമയത്ത് ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് എന്നുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ CPM-ന് കഴിയുമോ? ADGP അരുൺകുമാറിനെതിരെ, അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തെ സംബന്ധിച്ച് നടപടി എടുക്കേണ്ടി വന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം അതിൽ പങ്കാളിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയേണ്ടി വന്നില്ലേ? മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോ വസ്തുനിഷ്ഠാപരമായി ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് അൻവർ പരാതി നൽകിയിരുന്നല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് ഇന്നേ വരെ സർക്കാർ മുതിർന്നിട്ടുണ്ടോ? കരിപ്പൂരിൽ നിന്നുള്ള സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് അതിൽ പോലീസിലെ ഉന്നതർക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അത് പൊട്ടിക്കാൻ കൂട്ടുനിൽക്കുന്ന ഗോൾഡ് സ്മിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള 140ഓളം പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് പോലും ശ്രീ PV അൻവർ നൽകിയിട്ട് ആരെങ്കിലും അതൊന്ന് വിളിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി ഇന്നേ വരെ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, മാമി തിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസന്വേഷണം, ഈ അവസാന കാലത്ത് നമുക്കറിയാലോ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നം, നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർന്നുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള വന നിയമം തന്നെ വലിയ തോതിൽ ജനങ്ങളെ ഉപദ്രവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഈ കേരളത്തിൽ മാത്രം പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവരിക, പുതിയ ഭേദഗതികൾ കൊണ്ടുവരികയാണ്. കൂടുതൽ കർക്കശമാക്കുന്ന തരത്തിലേക്ക് വന നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ എവിടേക്കാണ് അൻവർ മുഖ്യധാരയിൽ നിന്ന് പുറകോട്ട് പോയിട്ടുള്ളത്? അൻവർ മുഖ്യധാരയിൽ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടി പോവുകയാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, ശ്രീ NP ചെക്കുട്ടി, ഇവിടെ അരുൺ പറയുന്നത് അദ്ദേഹത്തിന്റെ കരുത്ത് ചോർന്നു പോയിരിക്കുന്നു എന്നാണ്. പക്ഷേ ശ്രീ സുഗു പറയുന്നത് എന്തൊക്കെയാണോ ഈ പറയുന്ന അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അതെല്ലാം ഒന്നുകിൽ സർക്കാരിന് പരിശോധിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വനം നിയമ ഭേദഗതി അടക്കമാണെങ്കിൽ അതിലൊരു പുനരാലോചനയിലേക്ക് സർക്കാരിന് നിർബന്ധിതമാകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു അൻവർ ഫാക്ടറാണ് എന്ന് CPM സമ്മതിക്കില്ല. UDF-ഉം ആ രൂപത്തിൽ അതിനെ വിലയിരുത്തുന്നുണ്ടോ?